ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭാ ചരിത്രവും പാസ്റ്റർ കെ ഇ എബ്രഹാമും. 1933 ആയതോടെ കേരളത്തിലെ പെന്തക്കോസ്ത് സഭകളുടെ ചിത്രം വ്യക്തമായി. പ്രധാനമായും 3 സഭകൾ: സിലോൺ പെന്തക്കോസ്ത് മിഷൻ കൂടാതെ അസംബ്ലീസ് ഓഫ് ഗോഡ്, കുക്കുസായ്പ് നേതൃത്വം നൽകുന്ന മലങ്കര പൂർണ്ണസുവിശേഷ ദൈവസഭ, പാസ്റ്റർ കെ ഇ എബ്രഹാം നേതൃത്വം നൽകുന്ന തെന്നിന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ. എല്ലാ സഭകൾക്കും ഈ കാലഘട്ടം വളർച്ചയുടേതായിരുന്നു. തെന്നിന്ത്യ പെന്തക്കോസ്ത് സഭയുടെ വളർച്ചയും ശക്തമായിരുന്നു. മധ്യ തിരുവിതാംകൂറിലും തെക്കൻ തിരുവിതാംകൂറിലും ഉത്തര തിരുവിതാംകൂറിലും പാസ്റ്റർ കെ സി ചെറിയാൻ മലബാറിലുമായി പ്രവർത്തനം വ്യാപിപ്പിച്ചു. കൂടാതെ തമിഴ്നാട്ടിലും പ്രവർത്തനം തുടങ്ങി. ഈ സമയത്താണ് സഭയുടെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിനും ഏകോപിപ്പിക്കുന്നതിനുമായി ഒരു ക്രമീകൃതമായ ഭരണ സംവിധാനം വേണമെന്ന ചിന്തയുണ്ടാകുന്നത്. അങ്ങനെ 1933 ജൂൺ 5 കുമ്പനാട്ട് വെച്ച് തെന്നിന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഒരു പ്രതിപുരുഷ യോഗം കൂടി. അതിൽ നിന്ന് 14 പേരടങ്ങിയ കൗൺസിലിനെയും ആദ്യ പ്രസിഡന്റായി പാസ്റ്റർ PM ശൗമേലിനെയും തിരഞ്ഞെടുത്തു. സഭയുടെ ആസ്ഥാനമായി കുമ്പനാട്ട് കൊടുന്തറ ഉമ്മച്ചൻ സഭയ്ക്ക് ദാനമായി നൽകിയ സ്ഥലം കാണിച്ച് ആറന്മുള രജിസ്റ്റർ കച്ചേരിയിൽ കൗൺസിൽ ഉടമ്പടി രജിസ്റ്റർ ചെയ്തുവെന്ന് പാസ്റ്റർ കെ ഇ എബ്രഹാം തൻ്റെ ജീവചരിത്രത്തിൽ പറയുന്നു. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ സഭയുടെ പ്രവർത്തനം ശക്തമായതിനെ തുടർന്ന് തെന്നിന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ എന്ന പേരിൻ്റെ അനൗചിത്യം മനസ്സിലാക്കിയ നേതൃത്വം സഭയുടെ പേര് മാറ്റാൻ തീരുമാനിച്ചു. അങ്ങനെ 1934 ഏപ്രിൽ 9 തെന്നിന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ പ്രസിഡന്റ് പാസ്റ്റർ PM ശൗമേലിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ കൗൺസിലിൽ വെച്ച് ആ തീരുമാനം പാസാക്കി. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ എന്ന് മലയാളത്തിലും ദി ഇന്ത്യൻ പെന്റിക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡ് എന്ന് ഇംഗ്ലീഷിലും സംക്ഷിപ്ത നാമമായി IPC എന്നും ഉപയോഗിക്കാൻ ധാരണയായി. സിയോൻ കാഹളം പ്രസിദ്ധീകരണം ആരംഭിച്ചതും 1934 അക്കാലത്ത് സഭകൾക്ക് രജിസ്ട്രേഷൻ ഒരു ആവശ്യ ഘടകമായിരുന്നില്ലെങ്കിൽ കൂടി അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ സഭ രജിസ്ട്രേഷൻ നടത്താൻ തീരുമാനിച്ചു. 1935 പ്രസിഡന്റായിരുന്ന പാസ്റ്റർ PM ശമുവേൽ ആന്ധ്രയിലായിരുന്നതിനാൽ ആന്ധ്രയിലെ എല്ലൂരിൽ സൊസൈറ്റി ആക്ട് പ്രകാരം ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ എന്ന IPC രജിസ്റ്റർ ചെയ്യപ്പെട്ടു. രജിസ്ട്രേഷൻ സമയത്തെ സഭയുടെ പ്രസിഡന്റ് പാസ്റ്റർ PM ശൗമേലും വൈസ് പ്രസിഡന്റ് പാസ്റ്റർ കെ സി ചെറിയാനും സെക്രട്ടറിയായി പാസ്റ്റർ PT ചാക്കോയും പാസ്റ്റർ കെ ഇ എബ്രഹാം, പാസ്റ്റർ T കൊച്ചുകുഞ്ഞ്, പാസ്റ്റർ KC ഉമ്മൻ, പാസ്റ്റർ PT മാത്യു, പാസ്റ്റർ VV തോമസ്, പാസ്റ്റർ PO തോമസ്, പാസ്റ്റർ TG ഉമ്മൻ, പാസ്റ്റർ PT വർഗീസ്, പാസ്റ്റർ KM സക്കറിയ, TV ഐസക്, PM തോമസ്, EK ജോൺ, M സൈമൺ തുടങ്ങിയവർ കമ്മിറ്റി അംഗങ്ങളുമായിരുന്നു. 1936 ജനുവരി 14 പാസ്റ്റർ ശൗമേൽ സഭയുടെ രജിസ്ട്രേഷൻ സംബന്ധമായ കാര്യങ്ങൾ കുമ്പനാട്ട് കൂടിയ കൗൺസിലിൻ്റെ മുമ്പാകെ അവതരിപ്പിച്ച് അംഗീകാരം നേടി. ആ കൗൺസിലിൽ സുപ്രധാനമായ ഒരു തീരുമാനമെടുത്തു. അടുത്ത വർഷത്തെ പ്രസിഡന്റായി പാസ്റ്റർ കെ ഇ എബ്രഹാമിനെ തിരഞ്ഞെടുക്കുന്നു എന്നതാണത്. അതുവരെ IPCയിൽ പ്രധാന സ്ഥാനമൊന്നും വഹിക്കാതിരുന്ന പാസ്റ്റർ കെ ഇ എബ്രഹാമിൻ്റെ ആദ്യ പ്രധാന ഭാരവാഹിത്വമായിരുന്നു അത്. 1933 സുവിശേഷ വേലയുടെ ഭാഗമായി പാസ്റ്റർ KC ചെറിയാൻ മംഗലാപുരത്തെത്തി. അവിടെ വെച്ച് സ്വീഡിഷ് മിഷണറി കാൾ സ്വാനുമായി പരിചയപ്പെട്ടു. കാൾ സ്വാനുമായി പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് ഒരു സംഭവമുണ്ടായി. ആ സംഭവത്തെക്കുറിച്ച് ഒരു വാക്ക് പറയാതിരിക്കാനാവില്ല. സ്വീഡിഷ് മിഷണറി കാൾ സ്വാൻ അലഹാബാദിൽ മിഷണറി പ്രവർത്തനം നടത്തുന്ന സമയം ഉറങ്ങാൻ കിടന്ന സ്വാന് ഒരു ദർശനം ലഭിക്കുന്നു. എൻ്റെ ദാസൻ ചെറിയാൻ കഷ്ടമനുഭവിക്കുന്നു, നീ സഹായിക്കുക. ഇങ്ങനെയൊരു ശബ്ദം ശ്രമിച്ച സ്വാൻ ദർശനത്തിൽ ഒരു താടിക്കാരനെ കൂടി കണ്ടു. ഇതാരാണെന്നറിയാനുള്ള ആകാംക്ഷയിൽ പലരോടും ചോദിച്ചു. കോഴിക്കോട്ടുകാരനും അലഹബാദ് കോളേജിലെ അധ്യാപകനും പെന്തക്കോസ്തു പ്രവർത്തനങ്ങൾക്ക് KC ചെറിയാനോടൊപ്പം നേതൃത്വം നൽകുകയും ചെയ്യുന്ന ഉപ്പോട്ട് മാസ്റ്ററെ കാണുകയും ദർശന വിവരം ഉപ്പോട്ട് മാസ്റ്ററോട് പറയുകയും ചെയ്ത സ്വാൻ ഇത് പാസ്റ്റർ KC ചെറിയാനാണെന്ന് ഉപ്പോട്ട് മാസ്റ്റർ അദ്ദേഹത്തെ അറിയിക്കുന്നു. മാത്രമല്ല മംഗലാപുരത്തെ പാസ്റ്റർ ചെറിയാൻ്റെ അഡ്രസ്സ് കൂടി ഉപ്പോട്ട് മാസ്റ്റർ ക്വാൾ സ്വാന് നൽകി. ഉടൻ തന്നെ സ്വാൻ KC ചെറിയാന് കുറേ പണം മണി ഓർഡറായി അയച്ചു കൊടുത്തു. ഉടനെ നാം തമ്മിൽ കാണാൻ പോകുന്നു എന്ന ഒരു സന്ദേശം കൂടി അതിനൊപ്പം അയച്ചു. കാശ് കയ്യിൽ കിട്ടുമ്പോൾ ഫെയ്ത്ത് ഹോമിൽ ദിവസങ്ങളായി ആഹാരം കഴിക്കാതെ തളർന്ന അവസ്ഥയിലായിരുന്നു പാസ്റ്റർ KC ചെറിയാൻ.
ചില ആഴ്ചകൾക്ക് ശേഷം കാൾസ്വാനും ഉപ്പോട്ട് മാസ്റ്ററും മംഗലാപുരത്തെത്തി. പാസ്റ്റർ കെ സി ചെറിയാനെ നേരിൽ കണ്ടു. അങ്ങനെ ആ ബന്ധം ദൃഢമായി. പിന്നീട് 1935 കുമ്പനാട് കൺവെൻഷനിൽ കാൾസ്വാനെ ക്ഷണിക്കുകയും അദ്ദേഹം അവിടെ പ്രസംഗിക്കുകയും ചെയ്തു. IPCയുടെ വളർച്ച വളരെ വേഗത്തിലായിരുന്നു. സഭാ ഹാളുകളുടെ പോരായ്മയും ശുശ്രൂഷകന്മാരുടെ കാര്യങ്ങളും ബൈബിൾ സ്കൂളിൻ്റെ നടത്തിപ്പുമൊക്കെ സാമ്പത്തിക പോരായ്മയാൽ അവതാളത്തിലാകുന്ന ഘട്ടത്തിലാണ് 1936 സ്വീഡിഷ് സഭയിലെ കാൾസ്വാൻ പാസ്റ്റർ കെ എബ്രഹാമിനെയും പാസ്റ്റർ കെ സി ചെറിയാനെയും സ്വീഡനിലേക്ക് ക്ഷണിക്കുന്നത്. സ്വീഡനിലെത്തിയ അവരെ സ്റ്റോക്ക്ഹോം പെന്തക്കോസ്റ്റൽ കൺവെൻഷനിൽ പ്രസംഗിക്കുവാനും അവസരം ലഭിച്ചു. സ്വീഡനിലെ ഫിലാദൽഫിയ സഭയുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്നതിന് ആ യാത്രയ്ക്ക് കഴിഞ്ഞു. സ്വീഡൻ ഫിലാദൽഫിയ സഭയുടെ പ്രധാന പാസ്റ്റർ ലേവി പത്രോസ് IPCയെ ഉദാരമായി സഹായിച്ചു. IPCയുടെ നഗരങ്ങളിലെ ഗ്രാമങ്ങളിലെയും സഭകളിൽ ആരാധനാ ഹാളുകൾ, പാഴ്സനേജികൾ തുടങ്ങിയവയൊക്കെ ഉണ്ടായി. ഈ സഹായത്തിൻ്റെ പേരിൽ പേരെടുക്കാൻ സ്വീഡിഷ് ഫിലാദൽഫിയ സഭയോ പാസ്റ്റർ ലേവി പത്രോസോ തയ്യാറായിരുന്നില്ല. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയെ സഹായിച്ച സ്വീഡനിലെ ഫിലാദൽഫിയ ചർച്ച്, അതിൻ്റെ പ്രധാന പാസ്റ്റർ ലേവി പത്രോസും ആരാണെന്ന് നോക്കാം. പെന്തക്കോസ്തിൻ്റെ അപ്പോസ്തോലൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നോർവീജിയൻ വംശജനും നോർവേയിലെ മെത്തഡിസ്റ്റ് ചർച്ചിൻ്റെ പാസ്റ്ററുമായിരുന്ന തോമസ് ബോൾ ബാരറ്റ് അമേരിക്കയിൽ നടത്തിയ സന്ദർശനത്തെ തുടർന്ന് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു. തുടർന്ന് അദ്ദേഹം ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ സുവിശേഷ പ്രവർത്തനവുമായി കടന്നുപോയി. അങ്ങനെ അദ്ദേഹം ഇന്ത്യയിലും കടന്നു വന്നിരുന്നു. നോർവേയിൽ തോമസ് ബോൾ ബാരറ്റിൻ്റെ മീറ്റിങ്ങിൽ സംബന്ധിച്ച സ്വീഡൻകാരനായ പാസ്റ്റർമാരിൽ പ്രധാനിയായിരുന്നു ലേവി പത്രോസ്. നോർവേയിൽ പോയി തോമസ് ബോൾ ബാരറ്റിൻ്റെ മീറ്റിങ്ങിൽ സംബന്ധിച്ച സ്വീഡൻകാരനായ പാസ്റ്റർമാരിൽ പ്രധാനിയായിരുന്നു ലേവി പത്രോസ്. അന്ന് അദ്ദേഹം ബാപ്റ്റിസ്റ്റ് ശുശ്രൂഷകനായിരുന്നു. 1907 നടന്ന മീറ്റിങ്ങിൽ അഭിഷേകം പ്രാപിച്ച ശേഷം താൻ സ്വീഡനിലുള്ള ലിൻകേപ്പിംഗ് എന്ന സ്ഥലത്തുള്ള തൻ്റെ സഭയിലേക്ക് മടങ്ങി വന്നു. ബാപ്റ്റിസ്റ്റ് സഭയിലെ അനേകർ ആത്മനിറവ് പ്രാപിപ്പാൻ പത്രോസിൻ്റെ ശുശ്രൂഷ മുഖാന്തരം ഇടയായി. താമസിയാതെ ലേവി പത്രോസിൻ്റെ ആത്മീയ ശുശ്രൂഷകളെ എതിർത്ത ബാപ്റ്റിസ്റ്റ് വിഭാഗം ലേവി പത്രോസിനെയും കൂട്ടരെയും സഭയിൽ നിന്ന് പുറത്താക്കി. ബാപ്റ്റിസ്റ്റ് സഭയിൽ നിന്നും പുറത്താക്കപ്പെട്ട ലേവി പത്രോസും കൂട്ടരും ഫിലാദൽഫിയ ചർച്ച് എന്ന സഭ ആരംഭിച്ചു. ഇന്ന് യൂറോപ്പിലുള്ള ഏറ്റവും വലിയ പെന്തക്കോസ്ത് സഭയാണ് ഫിലാദൽഫിയ ചർച്ച് ഓഫ് സ്റ്റോക്ക്ഹോം. 10,000-ങ്ങളാണ് ഈ സഭയിലെ അംഗങ്ങൾ. ഇവാഞ്ചലിൻ ഹെറാൾഡ് എന്നൊരു വീക്കിലിയും ഡാഗൻ എന്ന ദിനപത്രവും ഇവർ നടത്തുന്നു. സ്വീഡനിലെ സ്റ്റേറ്റ് സഭയായിരിക്കുന്ന ലൂതറൻ സഭ കഴിഞ്ഞാൽ ഏറ്റവും വലിയ സഭ ലേവി പത്രോസിൻ്റെ ഫിലാദൽഫിയ ചർച്ചാണ്. ഈ സഭയാണ് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ കേരളത്തിലെ പ്രവർത്തനങ്ങൾക്ക് സഹായകമായി കൂടെയുണ്ടായിരുന്നത്. പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ ചരിത്ര സംബന്ധമായ കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. സഹകരിക്കുന്ന എല്ലാവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു.